കൊട്ടാരക്കരയിലെ ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി. 70 സാക്ഷികളും 27 രേഖകളും 23 തൊണ്ടിമുതലുകളുമാണ് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ കോടതി മുൻപാകെ ഹാജരാക്കിയത്. കേസിൽ പ്രതിയെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന നടപടികൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി മുൻപാകെ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് DSP MM ജോസിനെ വിസ്തരിച്ചതോടെയാണ് കേസിലെ പ്രോസിക്യൂഷൻ ഭാഗം സാക്ഷി വിസ്താരം പൂർത്തിയായത്. പ്രതിയുടെ കുറ്റകൃത്യം തെളിയിക്കുന്നതിനായി സാക്ഷികളും രേഖകളും തൊണ്ടിമുതലുകളും പ്രോസിക്യൂട്ടർ കോടതി മുൻപാകെ ഹാജരാക്കിയിരുന്നു. സ്കൂൾ അധ്യാപകനായ പ്രതി സന്ദീപ് 2023 മെയ് മാസം 10-ാം തീയതി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് റൂമിലുണ്ടായിരുന്ന കത്രിക കൈവശപ്പെടുത്തി ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തുകയും കൂടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ആക്രമിച്ചതായുമാണ് കേസ്. ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളടക്കം തെളിവായി കോടതി മുൻപാകെ ഹാജരാക്കിയിരുന്നു. പ്രതിയായ സന്ദീപിനെ കോടതി നേരിട്ട് ചോദ്യം ചെയ്യുന്ന നടപടികൾ തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ ഹാജരായി. ജനം, കൊല്ലം.